ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റാണ്. ഞാനിവിടെ 1 കിലോ അളവിലാണ് ഞണ്ട് വാങ്ങിയിരിക്കുന്നത്. ചെറിയ ഞണ്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിയിരിക്കുന്നത്, വലിയ ഞണ്ടല്ല. ഇത് കടൽ ഞണ്ടാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഞണ്ട് 2-3 തരമുണ്ട്, വളർത്തുന്നത് ഉണ്ട്, കടൽ ഞണ്ടുണ്ട്, അങ്ങനെ. പിന്നെ നമ്മളിവിടെ പച്ചമസാല എടുത്തിട്ടുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, പച്ചമുളക്, ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന പച്ചമസാലകൾ. 2 വിധത്തിൽ നമ്മൾ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാലകൾ എടുക്കേണ്ടതുണ്ട്. ഇത് പച്ച മസാലയാണ്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ മസാല എടുക്കേണ്ടതുണ്ട്. ഡ്രൈ മസാല പൊടികൾ എന്ന് പറയുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെയാണ്. അതിൻ്റെ അളവ് പ്രകാരം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ അളവിൽ എടുക്കാം. ഇത് ഗരം മസാല പൊടിയാണ്, 1/2 ടീസ്പൂൺ. മുളക് പൊടി എടുത്തിട്ടുണ്ട് 1.5 ടീസ്പൂൺ അളവിൽ. മല്ലിപ്പൊടി 1 ടീസ്പൂൺ അളവിൽ, നിറച്ചാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഇറച്ചി മസാലപ്പൊടി 1/2 ടീസ്പൂൺ. കുരുമുളക്, ക്രഷ്ഡ് കുരുമുളക് 1/2 ടീസ്പൂൺ അളവിൽ, അതും എടുക്കാം. ഇനി നമുക്ക് കായപ്പൊടി വേണം. 2 പിഞ്ച് അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. മുഴുവൻ കായമാണെങ്കിലും പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കായപ്പൊടി എളുപ്പത്തിൽ പറ്റുന്നതുകൊണ്ട് അത് ചേർത്തു. ഇനി നമുക്ക് ജീരകപ്പൊടി, ചെറുജീരകം ഉണ്ടല്ലോ, അത് പൊടിച്ചതൊരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ വിനാഗിരി എടുത്തിട്ടുണ്ട്. വിനാഗിരി 1 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ എടുക്കുന്നത്. 1-1.25 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ വിനാഗിരി എടുത്തിട്ട് ഈ മസാലപ്പൊടികളുടെ കൂടെ എല്ലാം ചേർത്ത് ഒന്ന് മാറ്റി വെക്കേണ്ടതുണ്ട്. ഇതാണ് ഡ്രൈ മസാല ആയിട്ട് നമ്മൾ എടുക്കുന്നത്. മസാലപ്പൊടികൾ എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഞണ്ട് ഒന്ന് നന്നാക്കി എടുക്കേണ്ടതുണ്ട്. പിന്നെ കൂടാതെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പച്ചമസാലയും നന്നാക്കി എടുക്കാം. ഈ ഡ്രൈ മസാല നമ്മൾ എടുത്തിരിക്കുന്നത് വിനാഗിരിയിൽ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ അത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് നന്നാക്കി എടുത്ത് വയ്ക്കാം. കൂടെ ഞണ്ടും ഒന്ന് നന്നാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വൃത്തിയാക്കി എടുത്തു. സവാള 1 മതി നമുക്ക്, അതവിടെ മാറിയിരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഞണ്ടൊന്ന് നന്നാക്കിയെടുക്കാം. ഇത് മുഴുവൻ ഞണ്ടായിട്ട് നന്നാക്കാതെ തന്നെ ഞാൻ വാങ്ങിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നാക്കുന്ന വിധം ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. സാധാരണ നമ്മളിത് വാങ്ങുന്ന സമയത്ത് നമുക്ക് കടയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാങ്ങുന്ന കടയിൽ പറഞ്ഞ് അവർ തന്നെ നന്നാക്കി തരും. ഇപ്പോൾ പണ്ടൊക്കെ ആയിരുന്നു മീനൊക്കെ അങ്ങനെ വൃത്തിയാക്കി കിട്ടാതിരുന്നത്. ഇപ്പോഴൊക്കെ നമ്മൾ എന്ത് മീൻ വാങ്ങുകയാണെങ്കിലും ചെറുമീൻ ഒഴിച്ച് ബാക്കി എല്ലാ മീനുകളും കടക്കാർ തന്നെ നമുക്ക് വൃത്തിയാക്കി തരും. അങ്ങനെ വൃത്തിയാക്കി കിട്ടിയാൽ നിങ്ങൾക്കിത് എങ്ങനെയാണിത് നന്നാക്കി എടുക്കുക എന്നുള്ളത് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിതൊന്ന് പരിചയപ്പെടുത്താം എന്ന് കരുതിയിട്ടാണ് മുഴുവനായിട്ടുള്ള ഞണ്ട് വാങ്ങിക്കൊണ്ട് വന്നത്. കണ്ടോ, ആദ്യം തന്നെ നമ്മളതിൻ്റെ കയ്യും കാലൊക്കെ ഒന്ന് അടർത്തിയെടുക്കും. കണ്ടോ, ഇത് നമ്മൾ എടുക്കും കേട്ടോ. ഈ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, ആ കൈ നമ്മൾ എടുക്കും. ബാക്കിയൊന്നും നമ്മളങ്ങനെ എടുക്കില്ല. ഈ ഭാഗമൊക്കെ കളയും. ചെറിയ ചെറിയ നാര് പോലുള്ള അതിൻ്റെ കാൽഭാഗമൊക്കെ കളഞ്ഞിട്ട് 2 നല്ല കട്ടിയുള്ള കൈഭാഗം എടുക്കും. അതിനുശേഷം നമ്മളതിൻ്റെ ഈ അടപ്പ് പോലെ ഇരിക്കുന്ന ആ ഒരു തോടുണ്ടല്ലോ, അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലെ പൊന്ന് എന്ന് പറയുന്ന ആ ഒരു മഞ്ഞ കളറുള്ള ഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുക്കും. കണ്ടോ, ഇതുപോലെ അതിൻ്റെ തോട് അടർത്തിയെടുക്കും. അതിൻ്റെ ഉള്ളിലെ പൂവ്, ഈ ഭാഗത്തെ പൂവെന്നാണ് പറയുക. പിന്നെ അതിൻ്റെ ഒരു മഞ്ഞ കളറിലൊരു ഭാഗമുണ്ട്, അതിനെ പൊന്നെന്നാണ് പറയുക, ഞണ്ടിൻ്റെ പൊന്ന്. പണ്ടൊക്കെ ജീവനുള്ള ഞണ്ട് കിട്ടുമായിരുന്നു, ഇപ്പോഴും കിട്ടുന്നുണ്ട്. വളർത്തുന്ന ഞണ്ടൊക്കെ ജീവനുള്ളത് തന്നെ നമുക്ക് കിട്ടുന്നത്. കാലൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അത് സാധാരണഗതിയിൽ കുറേ നേരം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചാവാത്ത ഞണ്ടാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേ നേരം കഴിയുമ്പോൾ അത് ചത്തുപോകും. അതിനുശേഷം പുറത്തെടുത്തിട്ട് ആണ് നമ്മൾ ഇതുപോലെ കാലൊക്കെ വേർതിരിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ജീവനുള്ള ഞണ്ടൊന്നുമല്ല, അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ അത് വേർതിരിച്ചെടുത്ത് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. കണ്ടോ, അതിലൊരു മഞ്ഞ കളർ കണ്ടോ, അതിനെയാണ് ഈ പൊന്നെന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ ഞണ്ട് എങ്ങനെയാണ് നന്നാക്കുന്നതെന്ന്. ഇത് ചെറിയ ഞണ്ടായതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും. വലിയ ഞണ്ട്, കറുത്ത ഞണ്ടുണ്ടല്ലോ, അത് കുറച്ച് പാടാണ് നന്നാക്കി എടുക്കാനായിട്ട്. ഭയങ്കര കട്ടിയായിരിക്കും. അത് നമ്മളിങ്ങനെ തോടൊക്കെ അടർത്തിയെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ കുറച്ച് ബലം പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഞണ്ടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് കഴുകിയെടുക്കാം. ഇതിൻ്റെ തോട് ഉടനെ തന്നെ കൊണ്ട് കളയണം കേട്ടോ, ഇല്ലെങ്കിൽ അത് ഭയങ്കര സ്മെല്ല് വരും. ചെമ്മീൻ്റെ ഞണ്ടിൻ്റെയൊക്കെ തോട് ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ ഉടനെ തന്നെ അതങ്ങ് കളഞ്ഞേക്കുക. കണ്ടോ, നമ്മൾ ഇതൊക്കെ വൃത്തിയായിട്ട് നല്ലപോലെ വൃത്തിയായിട്ട് അങ്ങ് കഴുകി എടുത്തു. അതിൻ്റെ പൊന്നൊക്കെ നല്ലപോലെ അടർത്തി മാറ്റി നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുത്ത് വെക്കണം കേട്ടോ.
കണ്ടോ, വെള്ളത്തിലിങ്ങനെ വെള്ളമൊഴിച്ച് തന്നെ കഴുകിക്കൊണ്ടിരിക്കുക. നല്ലപോലെ അതിൻ്റെ പൂവൊക്കെ നന്നായിട്ട് വൃത്തിയാക്കണം. അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ പ്രാണികൾ, ഈ കടൽ പ്രാണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കയറിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വൃത്തിയായിട്ട് കഴുകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. കണ്ടോ, പൊന്നും പൂവൊക്കെ കളഞ്ഞു. പൊന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഈ ഞണ്ടിലെന്താണ് പൊന്നെന്നൊക്കെ. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കട്ടോ, ഞണ്ട് പൊന്ന് തരുമോ എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞണ്ടിൻ്റെ അതിൻ്റെ ആ ഒരു പറയുന്ന പേരാണ് ആ പൂവ് പൊന്ന് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചെറിയ ഞണ്ടായതുകൊണ്ട് ഇതിൻ്റെ തുമ്പ് ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ ഇറുക്കുന്ന ഭാഗം, ആ ഭാഗത്തൊന്നും നമ്മൾ കട്ട് ചെയ്ത് കളയണ്ട. അല്ലാത്ത പക്ഷം നമ്മൾ ഞണ്ടിൻ്റെ കാലിൻ്റെ എൻഡിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇതൊന്നും അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഏതായാലും നമ്മൾ ഞണ്ടൊക്കെ നന്നായി വൃത്തിയായിട്ട് കഴുകി വെച്ചു. ഇനി നമുക്ക് ഈ പച്ച മസാല ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് പച്ചമസാലയാണ് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിനുശേഷം പിന്നീടാണ് നമ്മൾ ഡ്രൈ മസാല ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് പച്ചമസാലയൊന്ന് അരച്ചെടുക്കാം. കണ്ടോ, നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് തുറന്നു നോക്കാം. ഈ ഒരു പാകത്തിന് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരയേണ്ട, എന്നാലും അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇത്തരം സീ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വെളിച്ചെണ്ണയിൽ. ഫ്രൈ ചെയ്യാനാണെങ്കിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുക്കാറുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ട്, പച്ചമസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് നല്ലപോലെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. മസാലക്കൂട്ട് നന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ, കരിഞ്ഞൊന്നും പോവില്ല. നല്ലപോലെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നന്നായി മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കും മാത്രം നമുക്ക് സവാള ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല പോലെ സവാളയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടെ നന്നായി വഴങ്ങി വരട്ടെ. കണ്ടോ, നല്ല പോലെ വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ഡ്രൈ മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഒരു 10 മിനിറ്റോളം ആ മസാലക്കൂട്ടുകൾ ആ വിനാഗിരിയിലൊക്കെ മിക്സ് ചെയ്ത് നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഡ്രൈ മസാലയും പച്ചമസാലയും കൂടി നല്ല പോലെ മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. പച്ചമസാലയുടെ കൂടെ കിടന്നിട്ട് ഈ ഡ്രൈ മസാല ഒന്ന് അതിൻ്റെ മസാലക്കൊത്ത് മാറുന്നത് വരെ ഒന്ന് നന്നായി മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ലപോലെ മസാല മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ്, അരക്കപ്പോളം മതിയാകും. അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് ഈ മസാല ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. നല്ലപോലെ മസാല തിളച്ച് വരേണ്ടതുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി മസാലക്കുത്ത് മാറി ശരിക്കും നന്നായി നമുക്ക് മസാല തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലാണ് എടുത്ത് വെക്കേണ്ടത്. കഴുകിയ ശേഷം കേട്ടോ, പിന്നെ വെള്ളത്തിലിട്ട് വെക്കരുത് കേട്ടോ. ഞണ്ട് വൃത്തിയായി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലെടുത്ത് വെക്കുക. നമ്മൾ മീനൊക്കെ വെള്ളത്തിലിട്ട് വൃത്തിയാക്കിയ ശേഷം വെള്ളത്തിലിട്ട് വെക്കുന്ന പോലെ ഒരിക്കലും ഞണ്ട് അങ്ങനെ ചെയ്യരുത്. നല്ലപോലെ നമ്മൾ ഒരു അരിപ്പ പാത്രത്തിൽ വൃത്തിയാക്കി എടുത്ത് വയ്ക്കുക. ഇനിയിപ്പോൾ മസാലക്കൂട്ടിലേക്ക് നമ്മൾ ഈ ഞണ്ടിനെ ഇട്ട് കൊടുത്തു. എല്ലാം നല്ല പോലെ മിക്സ് ചെയ്ത് ചേർന്നിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർത്ത ശേഷം ഒരു തക്കാളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഞണ്ട് ആ മസാലയിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇറങ്ങി
ആ മസാലയൊക്കെ നന്നായിട്ട് ഞണ്ടിലേക്ക് പിടിച്ച് ഞണ്ട് നന്നായി വെന്ത് കിട്ടി വന്നിട്ടുണ്ട്. നല്ലപോലെ അതിൻ്റെ ഉള്ളിലെ മാംസം വേവണം. അപ്പോൾ ഒരു 5 മിനിറ്റ് തന്നെ നമ്മൾ 5 മിനിറ്റിലേറെ വേവിച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും കുറയാതെ ഒരു 5 മിനിറ്റ് നമ്മൾ ഈ മസാലയിൽ കിടന്ന് ഞണ്ട് നല്ല പോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഒരു 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം തീ ഒന്ന് കുറയ്ക്കാം. തീ കുറച്ച ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. കണ്ടോ, ഇനി നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2 അല്ലി കുടംപുളി ഇട്ട് കൊടുക്കാം. കുടംപുളി നേരത്തെ ഇടണ്ട, ജസ്റ്റ് ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു പുളിപ്പുണ്ട്. തക്കാളി ഇട്ടിട്ടുണ്ട്, അതിൻ്റെയും ചെറിയൊരു പുളിപ്പുണ്ട്. പോരാ എങ്കിൽ മാത്രമാണ് നമുക്കിതുപോലെ ഒരു കുടംപുളി 2 അല്ലി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. വേണമെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. പുളിപ്പ് അധികം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. പക്ഷേ കുടംപുളി ഇട്ടാൽ ഒരു സ്വാദുണ്ട് എപ്പോഴും സീ ഫുഡിന്, അതുകൊണ്ടാണ് കുടംപുളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ട എന്നാണ് ചൊല്ല്. അപ്പോൾ ഒരു പറ ചോറുണ്ണാൻ നമുക്ക് ഈ ഒരു ഞണ്ട് കറി മതി. വളരെ സ്വാദോടു കൂടി എല്ലാവരും കഴിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഞണ്ട് കറി കണ്ടിട്ട് എല്ലാവർക്കും ഒരു കൊതിയൊക്കെ വരുന്നുണ്ടല്ലേ? അപ്പോൾ അടുത്ത ദിവസം തന്നെ നല്ല ഞണ്ട് കിട്ടുകയാണെങ്കിൽ എല്ലാവരും വാങ്ങിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്ത് എല്ലാവരും കഴിക്കുക. കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എരിവിൻ്റെ അളവ് കുറച്ചൊന്ന് കുറച്ചേക്കാം കേട്ടോ. താങ്ക് യു.